തൃശൂരിൽ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SC സംവരണ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാതെ പുറത്തുനിന്നുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. കുന്നംകുളം 21-ാം വാർഡ് നെഹ്റു നഗറിലാണ് രേഷ്മയ്ക്ക് പകരം പാർട്ടിക്ക് പുറത്തുനിന്നുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സാരംഗ്, പലയിടങ്ങളിലും ഈ കോൺഗ്രസിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച പലരെയും വെട്ടിയൊതുക്കി പുറത്തുനിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം നിലനിൽക്കുന്നു. ഇവിടെ എന്താണ് കുന്നംകുളത്തു നിന്നുള്ള വിവരങ്ങൾ? സിജു, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് നിലവിൽ കുന്നംകുളത്ത് നിന്നും പുറത്തുവരുന്ന വാർത്ത. കുന്നംകുളം മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രേഷ്മ സതീഷാണ് അല്പം സമയം മുൻപ് ഇത്തരത്തിൽ തൃശൂർ DCC ഓഫീസിലെത്തി രാജി ഔദ്യോഗികമായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ SC സംവരണ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റൊരാളെ, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളൊരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രേഷ്മ രാജിവെച്ചിട്ടുള്ളത്. കുന്നംകുളം 21-ാം വാർഡ് നെഹ്റു നഗറിലാണ് രേഷ്മയ്ക്ക് പകരമായിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ, അതായത് പാർട്ടിയിൽ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയെ പരിഗണിച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രേഷ്മ ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജിയിലേക്ക് നിലവിൽ കടന്നിട്ടുള്ളത്. എന്തിനാലും പ്രധാനമായിട്ടും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്കൊടുവിലും യാതൊരു തരത്തിലുള്ള തീരുമാനവും ആവാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനാണ് രേഷ്മയുടെ തീരുമാനം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം തടഞ്ഞതിന് പിന്നിൽ മറ്റ് ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് രേഷ്മയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളുടെയും ഇടപെടലുകൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ രേഷ്മ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാരംഗ്, കടുത്ത തീരുമാനമെന്ന് രേഷ്മ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാനമടക്കം രാജിവെച്ചു. എന്താണ് ഈ കടുത്ത തീരുമാനം? തീർച്ചയായിട്ടും സിജു, നിലവിൽ ഈ നേതൃത്വ സ്ഥാനങ്ങൾ മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്. ഈ ചർച്ചകൾ ഇന്ന് തന്നെ, അതായത് ഒരു ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഈ DCC ഓഫീസിലെത്തി രാജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചർച്ച, അതായത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റുമായിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വവുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഈ ചർച്ച കൂടി പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് വൈകാതെ തന്നെ അറിയിക്കും. ഒരു പക്ഷേ പാർട്ടി ബന്ധം തന്നെ വേണ്ട എന്ന് വെക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തെന്നാലും ഈ ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്ന് മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത്. വൈകാതെ ഈ പാർട്ടി മെമ്പർഷിപ്പ് പോലും രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് വൈകാതെ കടക്കാനുള്ള സാധ്യതകളുണ്ട്. അതെന്തായാലും രേഷ്മ വൈകാതെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.